ശ്രീ എം ജയചന്ദ്രൻ, കേരളത്തിൻ്റെ വികസനത്തിൽ അത് സാമൂഹിക സംബന്ധിയായും അല്ലാതെ മൂർത്തമായ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ വളരുന്ന വികസനം, അത്തരത്തിലൊരു സുസ്ഥിര വികസനത്തിനുള്ള പ്രവർത്തനം, അതിൻ്റെ ഒരു വലിയ ശ്രമവും വിജയവുമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനാകുന്നത്. നോക്കൂ, വൈദ്യുതി മുടങ്ങുന്നില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരാതിയും പരിഭവവും ഏതാണ്ട് ഇല്ലാതാകുന്നു. 3, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ, പിന്നീട് മെട്രോ റെയിലുകളുടെ കാര്യത്തിൽ, ദേശീയപാതയുടെ കാര്യത്തിൽ, തീരദേശ ഹൈവേയുടെ കാര്യത്തിൽ, ഹൈ റേഞ്ച് ഹൈവേയുടെ കാര്യത്തിൽ, ഇങ്ങനെ ഏത് വിഷയങ്ങളിലും കേരളം ആ അർത്ഥത്തിൽ കുതിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് വലിയ വാക്കാണെന്ന് പറയാം. അതായത് ബിസിനസ്സോ വ്യവസായമോ ഒക്കെ തുടങ്ങാൻ നിയമപരമായി മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ, നിയമപരമാണ് എങ്കിൽ മിനിറ്റുകൾ കൊണ്ട് വ്യവസായത്തിന് സുഗമമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന് അനുഗുണമായ ഏകജാല സംവിധാനത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഇവിടെ വ്യവസായങ്ങൾ ഇങ്ങനെ വരാനും നിക്ഷേപങ്ങൾ കൂടാനും ഉണ്ടാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡാറ്റകളായി വിവിധ ഏജൻസികളുടെ, അത് കേരളത്തിൻ്റേതല്ല, വിവിധ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഇങ്ങനെ ഇതിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു വലിയ വിഭാഗത്തിന് സ്വതന്ത്രമായി അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് ഇപ്പോൾ സമ്പത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ മോദി സർക്കാർ ഇവിടെ നിന്നും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം അതിൻ്റെ അർഹമായ വിഹിതം പോലും ആ സംസ്ഥാനങ്ങൾക്ക് തരാതെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ തരാതിരിക്കുന്നു. ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഈ നേട്ടവുമായി സർക്കാർ, പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും പ്രതിപക്ഷം ക്രിയാത്മകമാകുന്നില്ല എന്നുള്ളതാണ്. വീഴ്ചകൾ സ്വാഭാവികമായി ഉണ്ടാകാം. ആ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തി സംസ്ഥാനത്തിന് അനുഗുണമായൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതിന് പകരം കൃത്യമായി എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ കാവ്യവൽക്കരണമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ കൃത്യമായി ചെറുക്കാൻ സർക്കാരിനൊപ്പം നിൽക്കുന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയ കൺവെൻഷനിൽ കരട് ഭേദഗതിയെ സംബന്ധിച്ച്, UGCയുടെ കരട് ഭേദഗതിയെ സംബന്ധിച്ച് നിർവാഹമില്ലാതെയാണ് സതീശന് അത് അംഗീകരിക്കേണ്ട സാഹചര്യം വരുന്നത്. കേരളത്തിൻ്റെ നീക്കം ശരിയാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമാണ്. അപ്പോഴാണ് പുതിയ ചില ആരോപണങ്ങളുമായി സേനാപതി വേണു വരുന്നത്. നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത് ഈ പറയുന്ന ബിസിനസ്സുകളൊന്നും കറക്റ്റല്ല. ഇപ്പോൾ അതിലേക്കെത്തി. ശ്രീ എം ജയചന്ദ്രൻ, അജിംഷാദ്, ഇതിൽ നമ്മൾ കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. കാരണം കേരളം ഇപ്പോൾ ഭരിക്കുന്നത് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. അവർ അവരുടെ രാഷ്ട്രീയം, രണ്ട് മുന്നണികളും പറഞ്ഞേ മതിയാവും. രണ്ടും രണ്ട് രാഷ്ട്രീയ മുന്നണികളാണല്ലോ, അതായിക്കോട്ടെ. പക്ഷേ ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട് കിട്ടുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികൃതമായി ചിത്രീകരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ചിത്രീകരിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് മാത്രമല്ല ശ്രീ സേനാപതി വേണു. ഞാൻ 4 റിപ്പോർട്ടുകളുടെ ഒരു ഏറ്റവും ചുരുക്കം പറയാം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 1, അതിലാണ് നമ്മളുടെ റാങ്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല കേട്ടോ, സമയം കളയുന്നില്ല അങ്ങനെ. രണ്ടാമത്തേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ. അത് യൂണിയൻ ഗവൺമെൻറ്റാണ് അത് തയ്യാറാക്കി സംസ്ഥാനങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുന്നത്. അടുത്തത് ഏതാണ്? ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട്. അത് ഈ ഇന്ത്യയുടെ സ്കിൽസ് സംബന്ധിച്ചുള്ളതാണ്. അവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, കാരണം ഈ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അല്പമെങ്കിലും പറയുന്നത്. അത് ഈ സ്ത്രീ തൊഴിലാളികൾക്ക്, അല്ലെങ്കിൽ സ്ത്രീ ജോലിക്കാർക്ക്, സ്ത്രീ ജീവനക്കാർക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അത് ഈ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടുണ്ട്, ഇന്ത്യ റേറ്റ്സ് ആൻഡ് റേറ്റിംഗ്സ് റിപ്പോർട്ടുമുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ വേജസ് ഉണ്ടല്ലോ, വേതനങ്ങൾ, അതിൻ്റെ അനാലിസിസാണ് വേജസ് അനാലിസിസ്. അത് ശമ്പള തൊഴിലുകളുണ്ട്, കരാർ തൊഴിലുകളുണ്ട്, അസംഘടിത തൊഴിലാളികളുടെ സംഗതിയുണ്ട്, സ്ഥിരം ജീവനക്കാരുടെ വരുമാനമുണ്ട്. ഇതിലൊക്കെ ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് നിൽക്കുന്നത് കേരളം.
ഈ കേരളം അങ്ങനെ നിൽക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ പ്രതിപക്ഷത്തിരിക്കുന്നവരും ചെയ്യേണ്ടത്? കാരണം അവരും ഈ കേരളത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്ന കേരളം എന്ന സംസ്ഥാനം പല നിലകളിലും ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നിലയിലേക്ക് വരുന്നതിനെ എന്തിനാണ് വൈകൃതത്തോടെ, വികൃതമായൊരു മനോഭാവത്തോടെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണുവൊക്കെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കങ്ങനെ ആഗ്രഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് പറയാൻ കാരണം ഈ ശശി തരൂരിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യം ഇപ്പോഴും താങ്കൾ പറയുന്നുണ്ടല്ലോ, സേനാപതി വേണു. ശശി തരൂർ അങ്ങനൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതി പ്രസിദ്ധീകരിച്ചാലും ഇല്ലെങ്കിലും LDF സർക്കാരിന് ഒന്നും സംഭവിക്കാനില്ല. അത് ശശി തരൂരിൻ്റെ മാത്രം പ്രശ്നമാണ്, എന്തെങ്കിലും സംഭവിക്കുന്നോ സംഭവിക്കാതിരിക്കുന്നോ എന്നുള്ളത്. പക്ഷേ ആ സമീപനമല്ല സ്വീകരിച്ചത്, പിന്നെ കേരള ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണത്? അദ്ദേഹം വെറുതെ പുകഴ്ത്താനാണോ തയ്യാറായത്? അങ്ങനെ പുകഴ്ത്തി, ആൾക്കാരെ പുകഴ്ത്തി, ഗവൺമെൻറ്റുകളെ പുകഴ്ത്തി കാലം കഴിക്കുന്ന ഒരു നാലാംകട രാഷ്ട്രീയക്കാരനായിട്ട് ശശി തരൂരിനെ ഏതായാലും ശത്രുക്കൾ പോലും കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തരൂർ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ചർച്ചകളാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതെങ്കിലും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇതേതാണ്ട് ശശി തരൂർ വലിയ കൊള്ളരുതായ്മ കാണിച്ചു. ആരോട്? കോൺഗ്രസ് പാർട്ടിയോട്. എങ്ങനെയാണ് കാണിച്ചത്? ഇത്ര ഒരു ലേഖനം എഴുതിയതിലൂടെ. ഇതാണ് കൺസെപ്ഷൻ. ആ ഒരു കൺസെപ്റ്റും വെച്ചുകൊണ്ടാണ് സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുമ്പോഴാണ് ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ മെൽറ്റ് എന്താണെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ശക്തിയും ശേഷിയും എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നത്, അദ്ദേഹത്തെ പോലെ വലിയ നിലയിൽ നിൽക്കുന്ന ഒരാളോടൊന്നും ഞാനൊന്നും പറയാൻ ആളല്ല, അദ്ദേഹത്തോട് പറയേണ്ടത് ഹൈക്കമാൻഡാണ് എന്നൊക്കെ പറഞ്ഞ സൂത്രത്തിൽ ഇന്ന് തഴുതപ്പുന്ന രീതി നമ്മൾ കണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ കേരളം ഇങ്ങനെയൊക്കെയായി മാറിത്തീരുമ്പോൾ ആ മാറിത്തീരുന്നതിൻ്റെ അവകാശികൾ പിന്നെ ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷവും ആണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായി നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നതും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ആ ഒരു സൗന്ദര്യാത്മകത ദൗർഭാഗ്യവശാൽ കാണാനായി തയ്യാറാവാത്ത ഒരു ദുർഗതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് രാവിലത്തെ തെളിവെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനമാണ്. പ്രശ്നം പിന്നെ ഇത് എത്തനോൾ പ്ലാന്റ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രൂവറി, കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്നത്തെ ചോദ്യം എന്താണ്? എല്ലാത്തിൽ നിന്നും മാറി 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 ഇന്ന് എത്തി നിൽക്കുന്ന ചോദ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോന്നായിരുന്നു. അത് ഉന്നയിക്കുക, അത് ഗ്രേഡിംഗ് ഉണ്ടല്ലോ, കാറ്റഗറൈസേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇന്ന് വരുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം അങ്ങ് മാറി. കാറ്റഗറി എന്ത് കാറ്റഗറിയാണ് ഇത്? പിന്നെ റെഡ് കാറ്റഗറിക്ക് അനുമതി പഞ്ചായത്താണ് കൊടുക്കേണ്ടത്, എല്ലാവർക്കും അറിയാം. എത്തനോൾ പ്ലാന്റ് എന്തായാലും വൈറ്റ്, ഗ്രീൻ ആ ഒരു കൺസെപ്റ്റിൽ വരികയില്ലല്ലോ, ആ കാറ്റഗറിയിൽ വരികയില്ല. കാരണം ഇതിന് അനുമതി കൊടുക്കുന്നത് പഞ്ചായത്തോ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണേ. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന്, സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫിനെ അറിയില്ലെങ്കിൽ പറഞ്ഞു അവരെ ഓർമ്മിപ്പിക്കണ്ടേ? ശ്രീ സേനാപതി വേണു, നിങ്ങൾ ആ പണിയൊന്ന് ചെയ്യേ എന്ന് പറയണ്ടേ? അതുപോലും നടക്കുന്നില്ല. അപ്പോൾ ഈ മുറി അറിവുകൾ അത് വെച്ചുകൊണ്ടാണ് ഒരു പത്രസമ്മേളനത്തിലൊക്കെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി രംഗത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമായ സ്ഥിതിയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് ഇവരൊക്കെ. ഇതുകൊണ്ടല്ല ഇതുകൊണ്ട് വല്ലതും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നാളെ നമ്മൾ ലോകത്തിന് മുമ്പിൽ സ്വയം അവതരിപ്പിക്കുകയാണ്. അതിനാണല്ലോ ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നത്. ആ ഉച്ചകോടിയാണല്ലോ നമ്മൾ നാളെ മറ്റന്നാളും നടത്തുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്വയം ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് മറ്റുള്ളവരും കാണുകയാണ്, അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. അത് സംബന്ധിച്ച് ഇൻട്രാക്റ്റീവ് സെഷനുകൾ നടക്കുകയാണ്. അതുവഴി അവരുടെ നിക്ഷേപങ്ങൾ വരികയുമാണ്. അതല്ലേ കാണേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു മന്ത്രി ശ്രീ രാജീവിനോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കവച്ചു വെച്ചല്ലോ, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഇനി ഞങ്ങളുടെ ശ്രമം എന്ന് പറയുന്നിടത്തോളം നമ്മൾ എത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ ആ ട്രാജക്ടറി, ആ സഞ്ചാരപഥം ശരിയായ വഴിയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ശ്രീ സേനാപതി വേണു മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞത് പിന്നെ ഗവൺമെൻറ്റിനോട് ഒട്ടി നിൽക്കുന്ന ഏതെങ്കിലും ദേശീയ നേതാവോ കക്ഷിയുടെ ആളോ ഒന്നുമല്ല.